ഒരുപാട് പേർക്കുള്ള സംശയമായിരുന്നു ഈ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം. അതായത് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ഹാക്കായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് ഏതെങ്കിലും മാൽവെയർ അല്ലെങ്കിൽ സ്പൈവർ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവർക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ, ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ, ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് ഒരാൾ കാണുന്ന ഒരു സംശയമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഹാക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഫോൺ ഹാക്കഡായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടോ അതൊക്കെ അത് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് കാണിക്കുന്നത്. ഒരു സ്പൈവർ ആപ്ലിക്കേഷനാണ്, സ്പൈവർ അല്ല, ഒരു പാരന്റൽ കൺട്രോൾ ആപ്ലിക്കേഷനാണ്. അതായത് ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസിന് അവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിപ്പോൾ ക്ലിയറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ ഇതൊരു എക്സാമ്പിളാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുണ്ടെങ്കിൽ എന്തൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുമോ അതേ കാര്യങ്ങൾ ഒരു മാൽവെയർ അല്ലെങ്കിൽ സ്പൈവർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റും. നമുക്ക് അതെങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് വർക്ക് ആകുമെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോണിൻ്റെ ഓൺലൈൻ സ്റ്റാറ്റസ്, ബാറ്ററി പെർസെൻറ്റേജ്, ലൈവ് ലൊക്കേഷൻ. ഇത് ജസ്റ്റ് ഡാഷ്ബോർഡ് മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് SMS കാണാം, ഇതിനകത്ത് കോൾസ് കാണാം, ലൊക്കേഷൻസ് കാണാം. ഈ SMS-ഉം കോളും ലൊക്കേഷനും ഇയാൾക്ക് വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു ആരുടെ ഫോണാണ് ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് അയാൾ കാണാത്തതല്ല. അയാളുടെ ഫോണിൽ വന്നിട്ടും നിങ്ങൾ ഇത് കണ്ടിട്ടില്ല എന്ന് മാത്രമാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. അതായത് മറ്റേ യൂസർ കണ്ടിട്ടില്ലാതിരിക്കാം, പക്ഷേ ഇത് നിങ്ങൾ തുറന്ന് എഴുതി വായിച്ചിട്ടില്ല. അടുത്ത കേസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇൻകമിങ് ഔട്ട് ഗോയിങ് മെസ്സേജുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ. അടുത്തത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇൻകമിങ് ഔട്ട് ഗോയിങ് കോളുകൾ, അതിൻ്റെ സ്റ്റാറ്റസ്, അത് മിസ്ഡ് ആണോ ഔട്ട് ഗോയിങ് കോളാണോ. ഔട്ട് ഗോയിങ് കോൾ ആണെങ്കിൽ അതിൻ്റെ കോൾ റെക്കോർഡിങ് നിങ്ങൾക്ക് കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും പറ്റും. കേൾക്കാനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിവിടെ കേൾക്കാനും പറ്റും. അടുത്തതാണ് നിങ്ങളുടെ ഫോൺ ഇരിക്കുന്ന ലൊക്കേഷൻ. അതിപ്പോൾ ആ ഒരു ഫോൺ ഇപ്പോൾ ഏത് ലൈവ് ലൊക്കേഷൻ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം. നമ്മുടെ മെയിൻ പ്രയോറിറ്റി സംഭവങ്ങൾ എത്തിയിട്ടില്ല. അത് നമുക്ക് അവിടെ ആ ഒരു ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാപ്പിൽ ആ ലൊക്കേഷൻ കാണാൻ പറ്റും, നമുക്ക് വഴി കാണാൻ പറ്റും. അടുത്തത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തിരിക്കുന്ന പിക്ചേഴ്സ്, ആപ്ലിക്കേഷൻസ്, കോൺടാക്റ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ, നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറിക്കകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങളുടെ ഫോണിനകത്തിരിക്കുന്ന ഇമേജുകളും കാര്യങ്ങളും അത് നിങ്ങൾ ഇപ്പോൾ ഏത് ലൊക്കേഷൻ അയക്കുമ്പോഴാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാര്യങ്ങളും. അടുത്തതാണ് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾഡ് ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ്. ഇവിടെ നിങ്ങളത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറുടെ ഫോണിൽ പിന്നെ ഒരിക്കലും ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഞാൻ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റി, നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് എത്ര സമയം യൂസ് ചെയ്യുന്നു, വാട്സപ്പാണ് അതിൽ ഏറ്റവും നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ആക്ടിവിറ്റി ടൈം, അതും ഏതൊക്കെ ഡേറ്റിൽ നിങ്ങൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസിൻ്റെ ആക്ടിവിറ്റിയാണ് കൂടുതലെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തതാണ് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള കോൺടാക്റ്റുകൾ. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഫുൾ കോൺടാക്ട്സ് അവർക്ക് കാണാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് വരുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി, ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഏത് ബ്രൗസറിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നു, ഏത് ഡേറ്റിൽ ഏത് സമയത്ത് നിങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മെയിൻ കാര്യം വരുന്നേ ഉള്ളൂ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങൾ കോപ്പി ചെയ്തിരിക്കുന്ന ക്ലിപ്പ് കോപ്പി ചെയ്തിരിക്കുന്ന ടെക്സ്റ്റുകൾ. നിങ്ങൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു, അതവിടെ കഴിഞ്ഞു. പക്ഷേ നിങ്ങളിങ്ങനെ എത്ര ടെക്സ്റ്റുകൾ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു അതൊക്കെ ഈ ഒരു സ്പൈവർ ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അടുത്തൊരു കേസാണ് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ പോലും അറിയാതെ ഓരോ 2 മണിക്കൂറിലും സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ 2 മണിക്കൂറിലും നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിന്ന് ഈ ആപ്ലിക്കേഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരും. ഈ ഡാഷ്ബോർഡോട്ട് അയച്ചു തരും. ഈ ഡാഷ്ബോർഡ് വെബിനകത്താണ് ഉണ്ടാവുക. നിങ്ങളുടെ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്ലിക്കേഷൻസ്, ഇവിടെയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ വരുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സാപ്പ് ആയാലും വരുന്ന മെസ്സേജുകൾ. അതായത് അയക്കുന്ന ആളുടെ എൻഡിലും റിസീവ് ചെയ്യുന്ന ആളുടെ എൻഡിലും മാത്രമേ ഈ ഒരു മെസ്സേജ് വായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, റിസീവ് ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ അയക്കുന്ന ആളുടെ സൈഡിലുള്ള ഫോൺ കോംപ്രമൈസ്ഡ് ആയി. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളോടെ കാണാൻ പറ്റും. വാട്സാപ്പിൽ നിന്ന് മെസ്സേജാണ് കാണുന്നത്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന കോൾ, അതായത് ഇൻകമിങ് ഔട്ട് ഗോയിങ് കോളുകളല്ല മെസ്സേജുകൾ. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാട്സപ്പാണ്, പിന്നെയുള്ള ഫേസ്ബുക്കാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള കോൺടാക്ട് ലിസ്റ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഫുൾ കോൺടാക്ട്സുകൾ.
അടുത്ത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള സെർച്ച് ഹിസ്റ്ററി, നിങ്ങൾ ഏതൊക്കെ ബ്രൗസറിൻ്റെ അകത്തുനിന്ന് ഏതൊക്കെ URL അകത്ത് കയറിയിട്ടുണ്ടോ അതൊക്കെ കാണാൻ പറ്റും. കാരണം നിങ്ങളുടെ ഫോണോട് കോംപ്രമൈസ്ഡ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ ക്ലിപ്പ് ബോർഡിൻ്റെ അകത്തുള്ള ടെക്സ്റ്റുകൾ, അതായത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റുകൾ വരെ ഇത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം കോപ്പി പേസ്റ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും, പിന്നെ വേറെ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് കാര്യം വരുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഓരോ 2 മണിക്കൂറിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുനിന്ന് ഓരോ 2 hours സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടേയിരിക്കും. അടുത്ത നിങ്ങളുടെ ഫോണിനകത്ത് മെസ്സേജിങ് കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സാപ്പ് ആയാലും ഏത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാലും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. അതായത് നിങ്ങൾ അയക്കുന്ന ആളുടെ എൻഡിലും റിസീവ് ചെയ്യുന്ന ആളുടെ എൻഡിലും മാത്രമേ ആ മെസ്സേജ് വായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അയക്കുന്ന ആളുടെ എൻഡിൽ അല്ലെങ്കിൽ റിസീവ് ആകുന്ന ആളുടെ എൻഡിൽ ആ ഒരു ഡിവൈസ് കോംപ്രമൈസ്ഡ് ആയി ആൾക്ക് കറക്റ്റ് നിങ്ങളുടെ മെസ്സേജുകൾ വായിച്ചെടുക്കാൻ പറ്റും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് വാട്സാപ്പിനകത്തുള്ള മെസ്സേജുകളാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഏതൊക്കെ ഇൻകമിംഗ് മെസ്സേജാണ്, ഇൻകമിംഗ് ഔട്ട് ഗോയിങ് ആണെങ്കിൽ ഔട്ട് ഗോയിങ് കറക്റ്റ് കാര്യങ്ങളോട് കാണാൻ പറ്റുന്നുണ്ട്. അതും ഏതൊക്കെ സമയത്ത് നിങ്ങൾക്ക് വന്ന മെസ്സേജുകളാണെന്ന കാര്യങ്ങളൊക്കെ. അടുത്തതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് വരുന്ന കാര്യം, നിങ്ങളുടെ ലൈവ് റെക്കോർഡിങ്. നിങ്ങളുടെ ലൈവ് വീഡിയോ, ലൈവ് ഓഡിയോ, ലൈവ് സ്ക്രീൻ അവർക്ക് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിക്കുക, ആൾക്കാരിപ്പോൾ നൗഡേയ്സ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് ഈ ബാത്റൂമിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പോകുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ബാത്റൂമിലിരിക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും മാൽവെയറോ സ്പൈവെയറോ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടെങ്കിൽ അയാൾക്കത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ അത് ഇൻവിസിബിൾ മോഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈവസിക്ക് എന്ത് വിലയാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത് റെക്കോർഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വീഡിയോ റെക്കോർഡ് ചെയ്യും, നിങ്ങൾക്കത് അയച്ചു തരും. കണ്ടില്ലോ, എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. അത്രത്തോളം ഹാംഫുള്ളാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിനകത്ത് റണ്ണിങ് ആയിരിക്കുമ്പോൾ. അവർക്ക് ലൈവായിട്ട് എത്ര സമയം വേണമോ അത്രയും സമയം നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, നിങ്ങളുടെ ഓഡിയോ കേൾക്കാൻ പറ്റും, ലൈവായിട്ട് നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഉള്ളത്. അടുത്ത നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് നിങ്ങളുടെ ഫോണോ എൻ്റർലി കോംപ്രമൈസ് ആയി കഴിഞ്ഞു, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നടക്കുന്ന A to Z കാര്യങ്ങൾ അവർക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിനകത്തുള്ള ഫയലുകൾ അതൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇതൊരു എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുണ്ടെങ്കിൽ അതെന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇങ്ങനൊരു മാൽവെയർ അല്ലെങ്കിൽ ഒരു സ്പൈവർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെ അവിടെ നിങ്ങളുടെ മെസ്സേജുകൾ റീഡ് ചെയ്യുന്നു, എങ്ങനെ അവിടെ നിങ്ങളുടെ ചാറ്റുകൾ കാണുന്നു, എങ്ങനെയാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നു, എങ്ങനെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് പ്രീ ബിൽറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഫോൺ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഏതാണ് ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ പറയുന്നില്ല. കാരണം അത് പാരൻ്റൽ കൺട്രോൾ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇന്ത്യയിൽ അത് ബാൻഡ് അല്ല. കാരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ പാരൻസിന് അവരുടെ ഫോണിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ചിലർ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇല്ലീഗൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റുകൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ ക്യാമറ, നിങ്ങളുടെ മൈക്രോഫോൺ, നിങ്ങളുടെ സ്ക്രീൻ, നിങ്ങൾക്ക് വരുന്ന ചാറ്റുകൾ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എൻ്റെ ഡിവൈസ് അവിടെ കോംപ്രമൈസ് ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് പ്രൈവസി ആണല്ലോ, നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതുപോലുള്ള സ്പൈവെയർ അല്ലെങ്കിൽ മാൽവെയർ ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. നിങ്ങളൊരു ആപ്പ് നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് തന്നെ മാറും. എത്ര നല്ല ഫോണാണെങ്കിൽ പോലും പെർഫോമൻസ് ഒന്ന് കുറയും, ക്യാമറ ഹീറ്റ് ചെയ്ത് തുടങ്ങും, ഫോൺ ഭയങ്കര ഹീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങളുടെ ഫോൺ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രൈവസിയാണ് അവിടെ ലീക്ക് ആകുന്നത്. ഈ ഗൂഗിളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസോ നിങ്ങളുടെ ഡാറ്റ എടുത്തുകൊണ്ട് പോകുന്ന പോലെയല്ല മറ്റൊരു സ്വകാര്യ വ്യക്തി നിങ്ങളുടെ ഡാറ്റ ലീക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അയാൾക്കത് മിസ്യൂസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഈ ഒരു ജനറേഷനിൽ AI വെച്ച് ഡീപ് ഫേക്ക് വരെ ക്രിയേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ മാക്സിമം ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ, ഫോൺ റിപ്പയറിംഗ് ഷോപ്പിൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോൺ നിങ്ങൾ എവിടെയും മറന്നു വെച്ച് പോയാൽ പോലും എവറായിട്ട് ഇരിക്കുക. കാരണം അത്രത്തോളം ആൾക്കാരെ നിങ്ങളുടെ ഡാറ്റ ലീക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാനും ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു ജനറേഷനിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ലീക്ക് ആയിട്ട് പണ്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എവറായിട്ട് ഇരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോക്കകത്ത് പുതിയൊരു കാര്യങ്ങളായിട്ട് കാണാം.